Please subscribe. പുറത്തു പോവാം. എനിക്ക് തോന്നുന്നൊരു ഞാൻ സോഹോയിലോട്ടാണ് കേട്ടോ പോകുന്നത്. മേക്കപ്പ് പ്രോഡക്ട്സ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ടൈപ്പത്തിനും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നേ മഴ പെയ്തു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ നേരെ തിരിച്ചു പോരും. ഹാരി പോട്ടറിൻ്റെ ഡയറക്ടറിൻ്റെ വീട്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കെല്ലീസ് പോലത്തെ ഹൈവേയിൽ പോയി. ഹൈവേ എടുത്തൊരു ഫേമസ് റെസ്റ്റോറൻറ്റ് ബട്ട് ഫുൾ ഓഫ് ചീസ്. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ ലേ ഓവറിലാണ്, ലണ്ടനിലാണ്. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, എൻ്റെ പേര് അബ്ദുൽ ജലീൽ. ഞാൻ ഒരു ആർക്കിടെക്റ്റാണ്. നൗ ഐ എം വർക്കിംഗ് ആസ് എ ക്യാബിൻ ക്രൂ വിത്ത് വെർജിൻ അറ്റ്ലാന്റിക്. ഞാൻ വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഇൻ്റർനാഷണൽ ക്യാബിൻ ക്രൂ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എയർ ആർക്കിടെക്റ്റ് എന്നാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇവിടെ ലേ ഓവറിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുതലൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാണ്, ലേ ഓവർ വിത്ത് മീ. അപ്പോൾ നമുക്ക് ലേ ഓവർ വിശേഷങ്ങൾ കാണാം, വീഡിയോയിലോട്ട് പോകാം. ഹേ എവ്രിവൺ, സോ ഞാൻ ലണ്ടനിൽ ലാൻഡ് ആയിട്ടോ. ഫ്ലൈയിങ് അവേഴ്സ് 10 hours ആയിരുന്നു. കമ്പയറിങ് ടു ഫ്ലൈറ്റ്, ഇത് ഷോർട്ട് ഫ്ലൈറ്റ് ആണ്. അതായത് ചിലപ്പോൾ 10 hours 30, 10 hours 58 ഒക്കെ എടുക്കലുണ്ട്. ഇന്ന് കറക്റ്റ് 10 hours ആയിരുന്നു. ആൻഡ് ഓൾസോ ഐ ഗോട്ട് 3 hours ബ്രേക്ക്. അതുകൊണ്ട് കുറച്ച് ഫ്രഷ് ആണ്, വലിയ ടയർഡ്നെസ് ഒന്നുമില്ല. പിന്നെ പുറത്ത് നല്ല തണുപ്പുണ്ട്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കറക്റ്റ് ടൈമിന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12:15 ലാൻഡ് ചെയ്തത്. ബട്ട് 11:25 ആയപ്പോഴും ലാൻഡ് ആയി. പക്ഷേ സ്റ്റാൻഡ് കിട്ടാൻ കുറച്ച് വൈകി. അതുകൊണ്ട് ഇപ്പോൾ ഒരു 12:45 ഇപ്പം ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ ബസ് വന്നു, ഇതാണ് ബസ്. നമുക്ക് കൂപ്പൺ ടൈപ്പ് ചെയ്യാനുണ്ട്. ചില സമയത്ത് ഒരു കൂപ്പൺ ചോദിക്കും, ചില സമയത്ത് കൂപ്പൺ ചോദിക്കില്ല. അങ്ങനത്തെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടെ ബസ്സുകൾ നമ്മൾ ഇരുന്നാൽ മാത്രമാണ് കേട്ടോ അവർ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഞങ്ങൾ ക്രൂവിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾ ക്രൂ സീറ്റഡ് ആയതിനു ശേഷം മാത്രമാണ് ബസ് എടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നു, ബസ് എടുത്തു. ഒരു 15 minutes ആണ് ജേണി ഉള്ളത്. എയർപോർട്ട് ഹോട്ടൽ തന്നെയാണ്, എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ടണൽ ഭയങ്കര അടിപൊളിയാണ്. അതൊരു ലോങ് ടണലാണ്. ഈ ടണലിൻ്റെ മുകളിലാണ് ശരിക്കും റൺവേ. നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ ശബ്ദമൊന്നും കേൾക്കില്ല, കാരണം അത്രയും ഡെപ്ത് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഒരു റൺവേ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തി. ഇത് കുറച്ച് നാൾ മുമ്പ് ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് ഫുള്ള് ഗ്രീനായി, കാരണം ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര മഴയാണ്. അങ്ങനത്തെ നമ്മൾ ഹോട്ടലിൽ കയറി നേരെ ചെക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. നമുക്ക് ഓൾറെഡി റൂം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം കീ തരും. ഹായ്. Hello, subscribe. No. Oh, Subscribe my channel. no, it's like hello everyone, please subscribe to Abdul's channel. ഞാൻ എൻ്റെ റൂമെത്തി. എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകണം. ഒരു ഷവർ എടുക്കുക, പുറത്തിറങ്ങുക. ഇതാണ് എൻ്റെ പ്ലാൻ. ഇന്ന് അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ. അവിടെ റൺവേ കാണുന്നുണ്ടോ? ഈ റൺവേ കിട്ടുന്ന റൂം എനിക്ക് ഇപ്പോഴും ഭയങ്കര ഫാൻസിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമുക്ക് പുറത്തു പോകാം. ഞാൻ ഫ്രഷപ്പായി, ബാത്തൊക്കെ എടുത്ത് ഇപ്പോൾ ഡ്രസ്സപ്പ് ചെയ്തു, പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഈ റൺവേൻ്റെ സൈഡിൽ റൂം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പ്രശ്നം. ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിപ്പോഴും എയർക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ റൺവേൻ്റെ സൈഡിലുള്ള റൂം കിട്ടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ റൺവേൻ്റെ സൈഡിൽ തന്നെയാണ് നോക്കിയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ലാൻഡിങ് റൺവേ ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഹീത്രൂവിൽ ഇതേപോലെ ബാക്ക് ടു ബാക്ക് എയർക്രാഫ്റ്റ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നൊരു 40 seconds അല്ലെങ്കിൽ വിത്തിൻ 1 minute ഓരോ എയർക്രാഫ്റ്റും ടച്ച് ഡൗൺ ചെയ്യുന്നുണ്ടാവും. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ലൈനിൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ വെതർ ഇച്ചിരി ക്ലിയർ കുറവുണ്ട്, അതുകൊണ്ടാണ് കാണാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ആ എയർക്രാഫ്റ്റ് ടച്ച് ചെയ്യാൻ പോവാണ്. യെസ്, അത് ടച്ച് ഡൗൺ ആയി. ഏതാണോ എയർലൈൻ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവാൻ നോക്കുകയാണ്. ഞാൻ സോഹോയിലോട്ടാണ് കേട്ടോ പോകുന്നത്. സോഹോ ഇവിടുന്ന് ഒരു 45 minutes 1 hour ജേർണി ഉണ്ട്. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിനായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടുന്ന് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നല്ല മീറ്റ് ചെയ്യുന്നത്, ഞാൻ അടുത്ത് വിക്ടോറിയ സ്റ്റേഷനുണ്ട്,
അവിടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. എൻ്റെ അടുത്താണെങ്കിൽ നെറ്റില്ല, ഞാൻ ഇവിടുത്തെ സിം യൂസ് ചെയ്യുന്നില്ല. ഞാനപ്പോൾ ഇവിടുന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കി സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നേരെ ഇവിടുന്ന് പോകും. ഇപ്പം ഞാനിപ്പോൾ ഹോട്ടലിലാണ്. ഇവിടുന്ന് ടെർമിനലിലോട്ട് നമുക്ക് ബസ് കിട്ടും. ആ ബസ് പിടിച്ച് ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ട്യൂബിനാണ് ഞാൻ പോകുന്നത്, ട്രെയിനിനാണ് പോകുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു മേക്കപ്പ് പ്രോഡക്ട്സ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പൊതുവേ ഫ്ലൈ ചെയ്യുന്ന സമയത്തായാലും അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്ന സമയത്തും മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സ്കിൻ കെയർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ തുടങ്ങിയത്. കാരണം 10 hours ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ടോ പൊട്ടി പൊളിഞ്ഞിരിക്കുമ്പോൾ ഡീഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് എന്തായാലും ചെയ്യലുണ്ട്. അപ്പോൾ അതെ ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ബേസിക് ആയിട്ടുള്ള എന്താണ് സെറം, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം, ഇതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ട് ചെയ്യല്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതേപോലെ ആഫ്റ്റർ ഷേവ്. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ ഫ്രാഗ്രൻസിന് ആഫ്റ്റർ ഷേവ് എന്നാണ് പറയാം, കോസ്മെറ്റിന്. അപ്പോൾ അതും സെറ്റായി. ഇനിയിപ്പം ജാക്കറ്റ് എടുത്ത് തരണം. എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാലും റൺവേക്കാണ് കണ്ണ്. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് എയർവേസ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ദേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഇഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മിക്കവാറും ഞാൻ ഇഞ്ച് ചെയ്തിട്ടേ പോകുള്ളൂ. പിന്നെ അതെ വൈറ്റ് ഷൂ ഉണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജാക്കറ്റ്. അപ്പം ഞാൻ എന്തേ ഇറങ്ങാൻ പോവാണ്. വാലറ്റ് എടുത്തു, ക്യാഷ് പാസ്പോർട്ട് എടുത്തു. ക്യാഷ് പാസ്പോർട്ട് എടുക്കാണ്ട് ഒന്നും നടക്കില്ല, കാരണം ഇവിടെ ഫുള്ളും മെട്രോയിലൊക്കെ ടാപ്പിംഗ് ആണ്. ആൻഡ് ഓൾസോ എൻ്റെ ബസ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എൻ്റെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബസ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് എത്തുമെന്നാണ് റിസപ്ഷനിസ്റ്റ് പറഞ്ഞത്. നമ്മളിവിടെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ വെയിറ്റ് ചെയ്യാം. അതെ ഇപ്പോൾ ഇവിടെ ഒരു ക്രൂ ഇരിക്കുന്നുണ്ട്, ഏതോ ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതിന് സെയിം ബസ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ടെർമിനൽ 3 ഇപ്പം ഞാൻ പോകുന്നത്. ഇനിയിപ്പോൾ ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് അപ്പം തന്നെ ജാക്കറ്റിൻ്റെ സിപ്പ് ഇട്ടു. ഇന്നലെ ഞാൻ ഇവിടുത്തെ വെതർ നോക്കിയപ്പോൾ മഴയൊക്കെ ആയിരുന്നു. രാവിലെ മഴയായിരുന്നു, ഉച്ചയായപ്പോഴത്തേനും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നും പിന്നെ രാവിലെ മഴ ഉണ്ടായിരുന്നു ലാൻഡ് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വെതർ അത്യാവശ്യം നല്ല വെതറാണ് കേട്ടോ. പക്ഷേ സമ്മറിൻ്റെ അത്രയും നല്ല വെയിലൊന്നുമില്ല. സമ്മറിൽ ഇവിടെ വെയിൽ ഉള്ള സമയത്ത് നല്ല രസമാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കംഫർട്ടബിൾ ആണ്, അത്ര ഭയങ്കര തണുപ്പില്ല, പക്ഷെ കാറ്റടിക്കുമ്പോൾ തണുപ്പുണ്ട്. അതുകൊണ്ട് ജാക്കറ്റ് എന്തായാലും എടുക്കണം. വന്നു അപ്പോൾ എനിക്ക് ബസ് കിട്ടി. ഇവിടുന്ന് T3 ഡെയിലി പോകുന്നല്ല, എപ്പോഴും പോകുന്ന സെക്ടർ തന്നെ. ഞാൻ മഴയുടെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴത്തേനും ഇവിടെ മഴയായി. ഫുള്ള് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, പിന്നെയും മഴ പെയ്തു. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചടപ്പാണ്, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതെ ഞാൻ ടെർമിനലെത്തി. ഇതാണ്ടോ ടെർമിനൽ ഡിപ്പാർച്ചർ ഏരിയ. ഇവിടെ നിന്നാണ് ഞാൻ ഫ്ലൈ ചെയ്ത്. അപ്പോൾ എനിക്ക് മെട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ താഴേക്കാണ്. അപ്പം ഞാൻ അങ്ങനെ പോവാണ്. പിന്നെ ഇവിടെ ഫുള്ള് മഴ പെയ്തു. പിന്നെ ട്രെയിൻ എടുക്കാൻ പോവാം. താഴേക്കാണ് ട്രെയിൻ.
അങ്ങനെ ഞാൻ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇനി ഞാൻ അണ്ടർഗ്രൗണ്ട് ലൈനിലാണ് പോകുന്നത്. ഇവിടെ ഹീത്രോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ലൈനുണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്, എലിസബത്ത് ഉണ്ട്. ഇപ്പം എനിക്കിന്ന് പോകേണ്ടത് അണ്ടർഗ്രൗണ്ട് വഴിയാണ്. ഇപ്പം ഞാൻ ട്രെയിൻ അണ്ടർഗ്രൗണ്ട്. ഇത് അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഉണ്ട്. മുമ്പ് കുറച്ചാളെ എൻ്റെ ഹോട്ടൽ ഇവിടെ മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ബസ്സില്ലായിരുന്നില്ല. അന്ന് നമ്മൾ സ്ഥിരം യൂണിഫോം ഇട്ട് പോകുന്നതും വരുന്നതും ഈ വഴിയായിരുന്നു. ഒരു 10-15 മിനിറ്റോളം നടക്കാനുണ്ട്. വലിയൊരു ഏരിയ. ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കുന്നില്ല, കാരണം നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തായാലും കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അതെനിക്കിവിടെ ഇഷ്ടപ്പെട്ട കാര്യമാണോ, അതായത് ഡെബിറ്റ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ടാപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ മെട്രോൻ്റെ കാർഡ് തന്നെ വേണമെന്നില്ല. നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അല്ല, ഇപ്പോൾ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്തിട്ടും പോകാം. മിലിക്കോ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഗ്രീൻ പാർക്ക് എന്ന് പറയുന്ന സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ മാറിക്കയറണം. ഞാൻ എന്തായാലും പോകേണ്ട സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് മാപ്പ് എടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ തപ്പിപ്പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞാൻ ഇവിടെ നിന്ന് ഗ്രീൻ പാർക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് പിക്കഡലി എടുത്ത് ഈ പർപ്പിൾ ലൈനാണ് പിക്കഡലി. ഇവിടുന്ന് ഗ്രീൻ പാർക്ക് പോയി അവിടെ നിന്ന് ബ്ലൂ ലൈൻ എടുത്ത്, അതായത് വിക്ടോറിയ എടുത്തിട്ട് വേണം പോകാൻ. പിമിലിക്കോ വിക്ടോറിയ എടുത്തിട്ട് ടുവേർഡ്സ് ബ്രിക്സ്റ്റൺ. അപ്പോൾ നമുക്ക് പോവാം, പോയി നോക്കാം. ഇവിടെ ഗൂഗിൾ പേ എല്ലാം ഉണ്ടാണ് ടാപ്പ് ചെയ്ത് നമുക്ക് ഇനി ട്രെയിൻ എടുക്കാൻ പോവാം. ഇവിടെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അതായത് മെട്രോ ഒക്കെ നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ വരുമോ, ഇവിടുത്തെ ട്രെയിൻ അതായത് ഹീത്രോ എക്സ്പ്രസ് ഒക്കെ നമ്മുടെ മെട്രോൻ്റെ പോലെ ഭയങ്കര അടിപൊളി. ഇതൊക്കെ പിന്നെ പഴയതായതുകൊണ്ടാണ് തോന്നുന്നത് ഒരുമാതിരി ചേറ് പിടിച്ച അവസ്ഥയാണ്. എല്ലായിടത്തും ഇങ്ങനെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് സുഖമാണ്. അപ്പോൾ എനിക്ക് ടെർമിനൽ ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ ഇവിടുന്ന് ഹീത്രോന്ന് എനിക്ക് പോകേണ്ടത് ഗ്രീൻ പാർക്ക്. ഇവിടുന്ന് വിക്ടോറിയ ടെർമിനൽ മാറിക്കയറാൻ പറ്റും. അപ്പോൾ ടുവേർഡ്സ് എനിക്ക് കോക്സ് ഫ്രോസ്റ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എവിടേക്ക് പോകുന്ന ട്രെയിനിലായാലും കയറാൻ പറ്റും. നെക്സ്റ്റ് ട്രെയിൻ ഇപ്പോൾ 2 മിനിറ്റ്സിൽ വരുന്നത് അർണോസ്. ഇപ്പോൾ 2 മിനിറ്റ്സിൽ വരുന്നത് അർണോസ് ക്രൂ ആണ്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അർണോസ് ക്രൂ അതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഗ്രീൻ പാർക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ ഇപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകാം. ഇപ്പോൾ എൻ്റെ ട്രെയിനാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കറക്റ്റ് ടൈമിനായിട്ട് ഇപ്പോൾ 1 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ആ 1 മിനിറ്റിൽ തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. ട്രെയിൻ ചേക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നു. എനിക്ക് ആദ്യം ട്രെയിൻ കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ആയിരുന്നു. ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല. സമയത്ത് നമ്മൾ നിന്നു ട്രെയിനിൽ കയറി. ഇവിടെ നിന്നൊരു 40 മിനിറ്റ് എന്തായാലും ആയിരിക്കും. ഇവിടെ എല്ലാവരും മാപ്പ് നോക്കിയിട്ടാണ് പറഞ്ഞത്. നല്ല മഴയായി. ഒരു 45 മിനിറ്റ് 1 മണിക്കൂറോളം പിടിച്ച് ഹൈഡ് പാർക്ക് എത്താൻ, സോറി ഗ്രീൻ പാർക്ക് എത്താൻ. ഞാൻ ഗ്രീൻ പാർക്ക് എത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ ട്രെയിൻ കയറിയിട്ട് വേണം എനിക്ക് പോകേണ്ട സ്റ്റേഷനിലെത്താൻ.
അവിടെ നിന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അന്ന് ചെന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പരിപാടി നോക്കാൻ. കാരണം സമയം ഓൾമോസ്റ്റ് നേരത്തേക്ക് തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ പാതിരാത്രി ആവേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇത് ഇവിടെ ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നല്ല തിരക്കായി. കാരണം ആൾക്കാർ ഓഫീസ് വിട്ട് വരുന്ന സമയമാണ്. പിന്നെ ഇവിടെ എങ്ങനെയാട്ടോ, റൈറ്റ് സൈഡിൽ നിൽക്കാനും ലെഫ്റ്റ് സൈഡിൽ നടക്കാനും. അപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു നടക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടിരിക്കുക. എനിക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് 2 സ്റ്റോപ്പ് അവിടെ വെക്കും. ഇവിടുന്ന് എനിക്ക് പിമിലിക്കുമാണ് പോകേണ്ടത്. 2 സ്റ്റേഷനുണ്ട്. ട്രെയിനൊക്കെ ഫുള്ള് ഫില്ലായി തുടങ്ങി ആൾക്കാർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ. ഈ ട്രെയിൻ ഭയങ്കര കുലുക്കമാണ് ആൻഡ് ഓൾസോ ഭയങ്കര ശബ്ദമാണ്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ ഇയർ ഭയങ്കരമായിട്ട് പോപ്പാവും. ഒന്നും കേൾക്കാൻ പറ്റിയില്ല, ചെവി ഇങ്ങനെ അടഞ്ഞ ഫീലാണ്. ഫൈനലി ഞാൻ എത്തേണ്ട സ്റ്റേഷനെത്തി, പിമിലിക്കോ എത്തി. ഇനി ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ആക്കണം. മിക്കവാറും നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ച് ഞാൻ നേരെ തിരിച്ചു പോരും. ഇതാണ് പ്ലാൻ. ഇവിടെ നിന്ന് സോഹോയിലേക്ക് ആണ് കേട്ടോ പോകുന്നത്. സോഹോയിൽ പോയി ജസ്റ്റ് ഒന്ന് കുറച്ച് ഷോപ്പിങ്ങോ ഏരിയ, അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരണം. ഇത് ഞാൻ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഭയങ്കര ഒരു കുട്ടി സ്റ്റേഷനാണ്. ഇതിൻ്റെ പുറത്തെ സൈഡിലാണ് ഫുൾ ഹൈ സ്ട്രീറ്റ് വരുന്നത്. ഇത് ഹാരി പോട്ടറിൻ്റെ ഡയറക്ടറിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു റീജൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലെത്തി. റീജൻ്റ് ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ്. ഞാൻ നിൽക്കുന്നത് ഹൈഡിലാണ്. ഹൈഡും റീജൻറ്റും UK-യിലുള്ളതാണ്. ഈ റീജൻ സ്ട്രീറ്റ് ഒരു ഹൈ സ്ട്രീറ്റാണ് ഇവിടുത്തെ. ഈ ഏരിയാസൊക്കെ ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ലണ്ടൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്ട്രീറ്റും ഷോപ്പിംഗ് ഏരിയാസുമാണ്. അത്യാവശ്യം പോർഷ് ഏരിയ ആണ്. നമുക്ക് ഒത്തിരി പോർഷ് കാർസും പിന്നെ പോർഷ് കടകളും കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സും കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കെല്ലീസ് പോലത്തെ സ്ട്രീറ്റുകളുണ്ട്. ബട്ട് കൂടുതലും ഹൈ സ്ട്രീറ്റാണ്. ഒരു മെയിൻ സ്ട്രീറ്റ് ഹൈ സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന സ്മോൾ സ്ട്രീറ്റിൽ ഇതേപോലത്തെ നോർമൽ ഷോപ്സ് ഉണ്ടാവും. ബാക്കിയെല്ലാം ഹൈ ക്ലാസ് സ്ട്രീറ്റാണ്. അപ്പോൾ ഇതാണ് സോഹോ ഏരിയ. സോഹോ ഇവിടെ ഭയങ്കര ലൈവായിട്ടുള്ളൊരു ഏരിയ ആണ്. ആൻഡ് സോഹോ ഈസ് ഫേമസ് ഫോർ അതർ തിങ്. LGBTQ+I ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ബോഡി ഷോപ്സും ഉണ്ട്. ഞങ്ങൾ നേരെ അവിടുന്ന് IVയിൽ പോയി. IV എടുത്തൊരു ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനാണ്. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ അകത്ത് കാണിച്ചു തരാം. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊരു ബാർ ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിംഗ് ഏരിയ ഉണ്ട്, നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലത്തെ. അപ്പോൾ മെനു കൊണ്ട് തന്നതിൽ ഞാനൊരു സാധനം കണ്ടായിരുന്നു, ജാക്ക് ഫ്രൂട്ട്. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഇടിച്ചക്കയുടെ തോരനില്ലേ, ആ സാധനം ഉണ്ട് ഇവിടെ. എനിക്കിവിടുത്തെ ഫുഡ് റെസ്റ്റോറൻറ്റ് ചെയിൻസിൻ്റെയൊക്കെ സെറ്റപ്പ് കാണുമ്പോൾ ഫസ്റ്റ് എനിക്ക് മിസ്റ്റർ ബീനാണ് ഓർമ്മ വരിക. ഞങ്ങളിന്നത്തെ ഒരു പ്രോപ്പർ ഡൈനിങ് ആണ് എടുത്തത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ലോബ്സ്റ്ററാണ്. അപ്പോൾ ഇതെൻ്റെ ലോബ്സ്റ്ററിൻ്റെ മീറ്റ് അവരൊരു സോസിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ചീസ് വന്നു. ചീസ് പ്ലേറ്റഡ് സംഭവമാണ്. അതായത് നമ്മുടെ രസ്മലായിൻ്റെയൊക്കെ ടെക്സ്ചറുള്ളൊരു സാധനം, ബട്ട് ഫുൾ ഓഫ് ചീസ്. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റാർട്ടറിനേലും ഇഷ്ടപ്പെട്ടത് ഈ ചീസ് സാധനമാണ്. ഇത് സോ ഗുഡ്, അടിപൊളി സാധനമാണ്. അത് കഴിഞ്ഞത് മെയിൻ കോഴ്സും വന്നു. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഇതിനും അത്യാവശ്യം ഇരുട്ടായി. സ്ട്രീറ്റൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോഴാണ് ലണ്ടൻ ഫീൽ കിട്ടുക. ഹേ എവ്രി വൺ, അങ്ങനെ ഞാൻ തിരിച്ചെത്തി. ഒരു ഷവറൊക്കെ എടുത്തു, ഫ്രഷായി. ഇപ്പോൾ ഇവിടെ ഒരു സമയം 9 മണിയായി. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇതേപോലെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 9 മണിയൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല. കാരണം 7:30-ഒക്കെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. പ്രീവിയസ്ലി ഇവിടെ വിൻ്റർ ആയിരുന്ന സമയത്ത് ഒരു 5:30 ആകുമ്പോഴത്തേനും അസ്തമിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നേരത്തോടെ തിരിച്ചു വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്കും ആവും, തണുപ്പാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുഖമാണ്. അപ്പോൾ ഞാൻ ഫ്രഷായി ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീച്ചിട്ട് ഫ്ലൈറ്റ് ഉണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സിയാ.